ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 1.5K ഫാമിലി ആയിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഓരോ സീസണിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ സമ്മർ സീസൺ അനുയോജ്യമായിട്ടുള്ള ചില സ്കിൻ കെയർ റൂട്ടീൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസിൽ ചില ഫുഡ് പാറ്റേൺസിൽ നമ്മൾ ചില വ്യത്യാസങ്ങൾ വരുത്തണം ആ ഒരു സീസൺസിൻ്റെ ഇതിനനുസരിച്ച്. അപ്പോൾ നമുക്കത് സ്കിന്നിന് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ, നമ്മുടെ സ്കിന്നിന് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ നമ്മൾ ഫുഡ് പാറ്റേൺസും കൂടി ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. സമ്മർ സീസണിൽ നമ്മളെല്ലാവരും തന്നെ വറീഡ് ആവുന്ന ഒരു കാര്യമാണ് ടാൻ ആൻഡ് പിഗ്മെൻറ്റേഷൻ. എസ്പെഷ്യലി പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വളരെയധികം വറീഡ് ആവുന്ന ഒരു കാര്യമാണ് ടാൻ ആൻഡ് പിഗ്മെൻറ്റേഷൻ. ഇത് രണ്ടും പെട്ടെന്ന് തന്നെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു സീസണാണ് നമ്മുടെ സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് നമ്മുടെ സൺസ്ക്രീൻ. എന്തായാലും അല്ലാത്ത സീസണിലും കൂടെ നമ്മൾ വെയിലുള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. സമ്മർ സീസണിൽ അത് ഇടാതെ പുറത്തിറങ്ങാനേ പാടില്ല എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ, ടാൻ പോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ സ്കിന്നിൽ വരും. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ പോയി ഭയങ്കര ഡള്ളായിട്ട് സ്കിന്ന് മാറാനും, അതുപോലെ തന്നെ ടാനൊക്കെ വന്നു കഴിഞ്ഞാൽ മുഖത്തുനിന്ന് പോയി കിട്ടാനായിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിഗ്മെൻറ്റേഷനൊക്കെ. അപ്പം എല്ലാവരും തന്നെ സമ്മർ സീസണിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്, SPF പ്രൊട്ടക്ഷൻ 50+ എങ്കിലുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അത് അനുസരിച്ചുള്ള സൺസ്ക്രീൻ നമുക്ക് നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ സ്കിൻ ടൈപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിട്ടുണ്ട്. ചുമ്മാ അങ്ങനെ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും, പോകുന്നവരാണെങ്കിലും, വർക്ക് സൈറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് സൺസ്ക്രീൻ, ലേഡീസിന് മാത്രമല്ല ജെൻസിനും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് മസ്റ്റ് തന്നെയാണ്. സൺസ്ക്രീൻ ചിലർക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ചില സൺസ്ക്രീൻസൊക്കെ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കും. അതായത് നമ്മൾ തേച്ച് കഴിഞ്ഞാലും ഫേസിലിങ്ങനെ ഒരു വെള്ള ഇങ്ങനെ പാട് പോലെ ഇങ്ങനെ അവിടെ ഫേസിലൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്കത് അപ്ലൈ ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. മാർക്കറ്റിൽ വൈറ്റ് കാസ്റ്റ് വരാത്ത തരത്തിൽ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്ന സൺസ്ക്രീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ 1-2 സൺസ്ക്രീൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻസ് ആണ്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ ഈ സൺസ്ക്രീനാണ്. SPF 50+ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡൂയി ലുക്ക് നമുക്ക് തരുന്നുണ്ട് ഈ സൺസ്ക്രീന്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇതാക്കാം. അതൊരു പമ്പ് മോഡലിലാട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി, പക്ഷേ ഇത് നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി തന്നെ പിശുക്കാതെ ഉപയോഗിക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിലൊരു പിശുക്കും കാണിക്കരുത്. നന്നായിട്ട് തന്നെ സൺസ്ക്രീന് അപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ മോയ്സ്ചറൈസർ ഓൾറെഡി ഇട്ടതാണ്, സൺസ്ക്രീൻ ഇട്ടതായിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെ മേലൊന്നുകൂടെ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഈ ഒരു ഡൂയി ഫിനിഷ് നമുക്ക് തരാനായിട്ട് ഈ സൺസ്ക്രീൻ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഡ്രൈനെസ് തരാതെ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫീല് തരുന്നൊരു സൺസ്ക്രീനാണ് അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ. ഇത് എനിക്ക് നന്നായി ഇഷ്ടമായി. പിന്നെ ഞാൻ യൂസ് ചെയ്തായിരുന്ന ഒരു സൺസ്ക്രീനാണ് ലോട്ടസിൻ്റെ ഈ ഒരു സൺസ്ക്രീന്. അത് വലിയ കുഴപ്പമില്ല, കുറച്ച് എന്താ പറയുക തിക്കായിട്ടുള്ളൊരു സൺസ്ക്രീന്, കൺസിസ്റ്റൻസി ഉള്ളൊരു സൺസ്ക്രീനാണിത്.
ഇത് SPF 20+ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു മീഡിയം സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ പോലെ, സൺ പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് SPF 50+ൻ്റെയൊക്കെ ലോട്ടസിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 20+ പോരാ ഈ ഒരു സമ്മർ സീസണിൽ. അപ്പോൾ അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഞാനിത് ജസ്റ്റ് പ്രോഡക്റ്റ്സ് ചിലത് സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് തന്നെ വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇപ്പം മാർക്കറ്റിൽ സ്റ്റിക്സ് അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ഇങ്ങനെ ക്രീമൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് കമ്പനീസിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്സ് അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ സ്റ്റിക്കാണ് എർത്ത് റിതമിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്ക്. ഇത് വളരെയധികം എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇപ്പോൾ അക്വലോജിക്കൽ ഇട്ടല്ലോ, പിന്നെ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതും അത്യാവശ്യം നല്ല, ഇതും ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ സ്റ്റിക്ക് കേട്ടോ. ഡ്രൈ സ്കിന്നിന് മാത്രമല്ല ഓയിലി സ്കിന്നിനും ഇതിലൊക്കെ സ്യൂട്ടായിട്ടുള്ള സൺസ്ക്രീൻ സ്റ്റിക്സ് അവൈലബിൾ ആണ്. ഞാനിതിപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇത് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് നമുക്ക് തരുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്കിന്ന് തൊടുമ്പോഴേ ഭയങ്കര സോഫ്റ്റായിട്ട്, സൺസ്ക്രീൻ ഇട്ട പോലെയല്ല, ശരിക്കും മോയ്സ്ചറൈസർ ഇട്ട പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സൺസ്ക്രീനാണ്. പിന്നെ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ സ്റ്റിക്കിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുറത്ത് എവിടേക്കെങ്കിലും പോവുകയാണ്, ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിലി ക്യാരി ചെയ്യാനും ഈസിലി നമുക്ക് അപ്ലൈ ചെയ്യാനും, ഇപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേലെ ഒരു 5 to 6 hours, ഇത് ഇപ്പോൾ എത്ര നേരമാണോ അത് ലാസ്റ്റ് ചെയ്യുന്നത്, ചിലത് 2 to 3 hours ലാസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻസ് ആണ്, ചിലത് 5 to 6 hours ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു 5 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. മേക്കപ്പിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ജസ്റ്റ് റീഅപ്ലൈ ചെയ്ത് കൊടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. ഈ സൺസ്ക്രീൻ സ്റ്റിക്ക് എന്ന് പറയുന്നത് ക്രീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, പക്ഷെ ഒന്നുകൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ സൺസ്ക്രീൻ സ്റ്റിക്ക്. ഇത് പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തും കഴുത്തിലും മാത്രമല്ല, നമ്മുടെ കയ്യിൽ സൺ എക്സ്പോഷർ ആവുന്ന ഏരിയാസ്, ഇപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുള്ളായിട്ട് ഹാൻഡ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം സൺസ്ക്രീൻ. അല്ല, നമ്മൾ സ്ലീവ്സ് ഉള്ള ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ ഏത് വരെയാണോ നമ്മൾ സ്ലീവ്സ് ഉള്ളത് അതിന് ശേഷമുള്ള ഭാഗത്ത് നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക തന്നെ വേണം. സൺസ്ക്രീനിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സീസണിൽ എസ്പെഷ്യലി ഫോളോ ചെയ്യുന്നത്, ഞാൻ രാവിലെ എണീറ്റതും തന്നെ ഡെയിലി ഇല്ലാന്നുണ്ടെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഞാൻ ഐസ് മുഖത്ത് വെക്കാറുണ്ട്. ഐസ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ്ലി മുഖത്ത് അപ്ലൈ ചെയ്യരുത്. നമുക്ക് ഈ മുഖത്ത് ഈ പഫിനെസ്സൊക്കെ പോകാനും, പിന്നെ ഈ രാവിലെ ഈ ചൂടുകാലത്ത് ഒരു തണുപ്പ് തട്ടുന്ന സമയത്ത് നല്ലൊരു സുഖമാണ്. മോർണിംഗ് തന്നെ ചെയ്യണമെന്നില്ല, മോർണിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആ ഒരു പഫിനെസ്സൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഈ കവളുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത പോലെയൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മൾ ഐസ് ക്യൂബ് വെക്കുന്നത്. പക്ഷേ ഐസ് ക്യൂബ് ഒരിക്കലും ഡയറക്റ്റ് സ്കിന്നിലേക്ക് വെക്കരുത്. ഒരു കോട്ടൺ തുണി വെച്ച് കവർ ചെയ്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ സമ്മർ സീസൺ സമയത്ത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസായിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് ഇതായിട്ട് കണ്ടൻറ്റായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. കോട്ടൺ പാഡ് കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഈ പ്രോഡക്റ്റിലാണെങ്കിൽ നമ്മൾ ഐസ് മസാജ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. വെള്ളത്തിൻ്റെ കൂടെ തന്നെ കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഐസ് ക്യൂബ് ആക്കിയിട്ട് മാറ്റിയിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെ ചില പരീക്ഷണങ്ങളൊക്കെ ഇതുകൊണ്ട് നടത്താറുണ്ട്. നമുക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഐസ് വെച്ച് മസാജ് ചെയ്യുന്നത് അത്ര എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറില്ല. പക്ഷേ ഇപ്പോൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ലൊരു സുഖം തോന്നാറുണ്ട്. പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഫ്രീസറിലുള്ള ഐസ് ട്രേയിൽ വെച്ച് ഐസ് എടുത്തിട്ട് കോട്ടൺ പാഡ് വെച്ച് മസാജ് ചെയ്യാൻ പോലെ തന്നെ അതിനുശേഷം നമ്മളൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ടൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ ഓയിൽസോ പിന്നെ ഡേർട്ടൊക്കെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ക്ലെൻസർ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. എന്നുണ്ടെങ്കിൽ ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം നന്നായിട്ട് കഴുകിയാലും മതി. ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് സിംപിളിൻ്റെയോ ഹിമാലയുടെയോ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഫേസ് വാഷ് നല്ലത് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് കഴുകുക. അതിനുശേഷം ടോണർ യൂസ് ചെയ്യുക കേട്ടോ. കാരണം സ്കിന്ന് കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ടോണർ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഞാൻ വിറ്റമിൻ സിയുടെ ആണ് കൂടുതലും ടോണർ ചൂസ് ചെയ്യാറുള്ളത്. ഒന്നുകൂടെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്നൊരു ടോണറാണ് വിറ്റമിൻ സിയുടെ ടോണേഴ്സ്. അപ്പോൾ അത് ഒരെണ്ണം യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു സെറം യൂസ് ചെയ്യുക. സെറം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ സ്കിന്നിന് എന്താണോ പ്രശ്നം അതിനനുസരിച്ചിട്ടുള്ള സെറംസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിയാസിനമൈഡിൻ്റെ സെറംസ് ഒക്കെ നല്ലതാണ്. നമുക്ക് ഓപ്പൺ പോർസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെയധികം നല്ലതാണ് നിയാസിനമൈഡിൻ്റെ സെറംസ് ഒക്കെ, കണ്ടൻറ്റുള്ള സെറംസ്. അപ്പോൾ മോയ്സ്ചറൈസറും വളരെയധികം സൺസ്ക്രീൻ മാത്രമായിട്ട് ഇതിനേക്കാളും നല്ലത് ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഒന്നുകൂടെ ബെനിഫിഷ്യലാണ് കേട്ടോ. പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടാൻ വരില്ലാന്നോ പിഗ്മെൻറ്റേഷൻ വരില്ലാന്നോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വെയിലത്ത് പോയി വന്നു കഴിഞ്ഞാൽ മുഖത്തൊരു ഡൾനെസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡൾനെസ് ഒരു പോലെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫേസിൽ നിന്ന് ഇരുണ്ട പോലെയൊക്കെ നമുക്ക് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഈ വെയിൽ ഉള്ള സമയത്ത് പോയി വന്നു കഴിഞ്ഞാൽ തോന്നും. അപ്പോൾ അതിന് നമുക്ക് നാച്ചുറലായിട്ടുള്ള കുറച്ച് ഫേസ് പാക്സ് ട്രൈ ചെയ്യാം. എനിക്ക് എപ്പോഴും ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കടലമാവ് വളരെയധികം നല്ലതാണ് ടാൻ റിമൂവ് ചെയ്യാനായിട്ട്. കടലമാവും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാൻ റിമൂവലിന് നല്ലതാണ്. ഈ കടലമാവ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ തൈര് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൈരിൽ നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള കാരണം കൊണ്ട് തന്നെ അത് ടാൻ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് സൺ എക്സ്പോഷർ ആവുന്ന ഏരിയാസിൽ, അതേപോലെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സമ്മർ സീസണിൽ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു സമ്മർ സീസണിൽ. കാരണം നമ്മുടെ കണ്ണിലേക്ക് ആ ചൂട് ഡയറക്റ്റായിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രശ്നമൊക്കെ വരാനും, പിന്നെ കണ്ണിനും അത്ര നല്ലതല്ല ഈ ഇങ്ങനെ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് അടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സൺഗ്ലാസ്, നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ ഒരു സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സൺഗ്ലാസസ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ മുതലേ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് ഞാൻ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് കുട്ടികൾക്കുള്ള സൺസ്ക്രീൻസ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് SPF 50+ ഉള്ളതാണ്, 20+, 30+ ഒക്കെ ഉള്ള സൺസ്ക്രീൻസാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നല്ല ബ്രാൻഡ്സുള്ള സൺസ്ക്രീൻസ് നോക്കിയിട്ട് കുട്ടികൾക്ക് അപ്ലൈ ചെയ്തു. ഞാൻ ചില ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീൻസ് ഇവിടെ ഫോട്ടോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഞാൻ മോക്ക് യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പിന്നെ ചില നല്ല ബ്രാൻഡ്സിൻ്റെ സൺസ്ക്രീനും കൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 6-7 ഇയേഴ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സൺസ്ക്രീന് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ല. കാരണം സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു സൺ പ്രൊട്ടക്ഷൻ പോലെ നമുക്കത് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അമ്മമാരുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കുട്ടികൾക്കും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല. പിന്നെ സമ്മർ സീസണിലെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പോകാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം എക്സസീവായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെയധികം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനുള്ള ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമുക്ക് ഈ കുക്കുംബറൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ കൂടുതൽ നമ്മുടെ മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് സമ്മർ സീസണിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കിന്നിനും അത്ര നല്ലതല്ല. പിന്നെ ആക്നീസൊക്കെ വരാനും ഭയങ്കര ചാൻസ് കൂടുതലാണ് ഒരുപാട് ഓയിലി ഫുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിവതും സമ്മർ സീസണിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഡയറക്റ്റ് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജ്യൂസസ് പ്രിഫർ ചെയ്യുക, ജ്യൂസ് ആയിട്ട് അത് കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. സമ്മർ സീസണിൽ സ്കിൻ കെയർ റുട്ടീൻസൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ സ്കിന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ടാൻ പിഗ്മെൻറ്റേഷൻ കഴിവതും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലായാലും അതിനനുസരിച്ച് ചേഞ്ച് വരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഒന്നുകൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.